സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് NIOSൽ +2 പാസ്സായി കഴിഞ്ഞ എല്ലാവർക്കും ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടോ? ആർക്കൊക്കെയാണ് ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളത് എന്നതിനെ കുറിച്ചാണ്. ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം. ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹയർ സെക്കൻഡറി ബോർഡ് ഇഷ്യൂ ചെയ്യുന്നതും എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി ഇഷ്യൂ ചെയ്യുന്നതുമാണ്. ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം കുറച്ച് ക്രൈറ്റീരിയസ് ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് വരത്തുള്ളൂ. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് ഇക്വാലൻസി സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുന്നത് എന്നാണ്. നോർമലി നമ്മൾ എക്സാം പാസ്സായാൽ, +2 എക്സാം പാസ്സായാൽ നമുക്ക് കിട്ടുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് ആണ്. എന്നാൽ NIOSൽ +2 പാസ്സായി കിട്ടുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റും സെൻട്രൽ ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റും ഈക്വൽ ആണെന്ന് ബോധ്യപ്പെടുത്തുന്ന സർട്ടിഫിക്കറ്റ് ആണ് ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇനി ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് വരണമെങ്കിൽ നമ്മൾ കുറച്ച് ക്രൈറ്റീരിയസ് ഫോളോ അപ്പ് ചെയ്യണം. അതെന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 2 ലാംഗ്വേജ് വിഷയങ്ങൾ ഉൾപ്പെടെ 5 സബ്ജക്ട് പാസ്സായ ഒരാൾക്ക് മാത്രമേ ഇക്വാലൻസി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് 19 വയസ്സോ അതിന് മുകളിൽ പ്രായമുള്ള ഒരാൾക്ക് മാത്രമേ ഇക്വാലൻസി സർട്ടിഫിക്കറ്റിനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. NIOSൽ +2 പാസ്സായി, പക്ഷേ 19 വയസ്സ് കഴിഞ്ഞില്ല അല്ലെങ്കിൽ 19 വയസ്സായിട്ടില്ല എന്നോർത്ത് ആരും ടെൻഷൻ ആവണ്ട. ഹയർ സ്റ്റഡീസിന് പോകുന്നവർക്കാണ് ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളത്. ഇനി എബ്രോഡ് പോകാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ടെക്നിക്കൽ കോഴ്സിനൊക്കെ അപ്ലൈ ചെയ്യാനോ ഉള്ളവർക്ക് ഇക്വാലൻസി സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. അവർക്ക് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണ് ആവശ്യം. ഇനി ഏതെങ്കിലും ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർ ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടാൽ മാത്രം നിങ്ങൾ അത് അപ്ലൈ ചെയ്താൽ മതി. ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് എങ്ങനെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആവശ്യമുണ്ട്, എത്ര കാലയളവ് എടുക്കും എന്നുള്ള ഡീറ്റെയിൽസുമായി അടുത്ത വീഡിയോയിൽ കാണാം.